തന്നിൽ നായക, എന്നും നീ തന്നെ എന്നെ കാവൽ ചെയ്യുന്നവൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഒരു ദിവസം കൂടി കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ പ്രഭാതത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കാണുവാൻ ദൈവം ഒരുക്കിയ വലിയ കൃപകൾക്കായി ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്നും ചിന്തിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം. ഇന്നിവിടെ നൽകപ്പെട്ടിരിക്കുന്ന ഭാഗം സത്യമല്ലാതെ മറ്റൊന്നുമില്ല. നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ലവോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ അവസാനത്തെ സഭയായിരിക്കുന്ന ലവോദിക്ക സഭയ്ക്ക് പരിചയപ്പെടുത്തുന്നത് വിശ്വസ്തനും സത്യവാനുമായ ദൈവം എന്നാണ്. അതിനർത്ഥം ആ ദൈവത്തിൽ കള്ളം ലവലേശം ഇല്ല എന്നുള്ളതാണ്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അതിൽ നിത്യജീവനുണ്ട്, അത് എനിക്ക് സാക്ഷ്യം പറയുന്നു. സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശുക്രിസ്തുവിന് സാക്ഷ്യം പറയുന്നതായിട്ടുള്ള പുസ്തകമാണ് വിശുദ്ധ വേദ പുസ്തകം. അതിൻ്റെ പഴയ നിയമ പുസ്തകങ്ങൾ പൂർണ്ണമായും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ച് പ്രവാചകന്മാരിലൂടെയുള്ള അരുളപ്പാടുകളെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി പുതിയ നിയമ പുസ്തകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ചും ആ ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ പ്രവർത്തനത്തെക്കുറിച്ചും ആ ക്രിസ്തുവിനെ കുറിച്ച് അപ്പോസ്തലന്മാരുടെ സാക്ഷീകരണത്തെക്കുറിച്ചും ആ ക്രിസ്തു വീണ്ടും വരുവാൻ പോകുന്നതിനെ കുറിച്ചുമാണ് ഈ വിശുദ്ധ വേദപുസ്തകം പൂർണ്ണമായും പ്രതിപാദിച്ചിരിക്കുന്നത്. കാരണം ആ പുസ്തകത്തിൻ്റെ നടുവിൽ വസിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിനു വേണ്ടിയാണ് വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യം പറയുന്നത്. ആ വേദപുസ്തകത്തിനുള്ളിലെ ദൈവം സത്യവാനായ ദൈവമാണ്. ആ ദൈവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകം സത്യമായ പുസ്തകമാണ്. അതുകൊണ്ടാണ് അതിനെ അറിയപ്പെടുന്നത് സത്യവേദ പുസ്തകം. ആ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പുസ്തകം. ആ ദൈവത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിലെ അവസാന സഭയായിരിക്കുന്ന ലവോദിക്ക സഭയിൽ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത് സത്യവാൻ എന്നാണ്. ഇനി നമ്മൾ വേദപുസ്തകത്തിൽ ഉടനീളം നോക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷവും അതുപോലെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനമൊക്കെയും നോക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ സൃഷ്ടികർത്താവ് എന്ന് പൗലോസ് അപ്പോസ്തലനും യോഹന്നാൻ അപ്പോസ്തലനും വിളിക്കുന്നു. അപ്പോൾ നമ്മെ നിർമ്മിച്ച, നമുക്ക് വേണ്ടി സകല ചരാചരത്തെയും സൃഷ്ടിച്ച ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ വേദപുസ്തകം സത്യവാൻ എന്ന് പറയുന്നത്. അതുപോലെ അവിടെ ആമേൻ എന്നും ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആ ക്രിസ്തു അനാദിയും ശാശ്വതവുമായ ദൈവം, എന്നേക്കും നിലനിൽക്കുന്ന ദൈവം. ആ ദൈവത്തിനുള്ളിൽ സത്യം മാത്രമേ ഉള്ളൂ. ആ ദൈവം നമ്മോട് കൽപ്പിക്കുകയാണ് ലവോദിക്ക സഭയ്ക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അന്ത്യനാളുകളിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും ചേർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ ഈ ലവോദിക്ക സഭ പ്രദാനം ചെയ്യുന്നുവെന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ദൈവം സത്യവാനായ ദൈവമായതുകൊണ്ട് ആ സത്യവാനായ ദൈവത്തിൽ വിശ്വസിച്ച നമ്മെ കള്ളത്തിൽ വഞ്ചിക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങൾ എതിർത്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട സത്യസന്ധമായ വിശ്വസ്തയേറിയ ഒരു ജീവിതം ക്രിസ്തുവിലൂടെ നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്നത്തെ പ്രഭാതത്തിൽ എല്ലാവരെയും ഇടയാക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് കണ്ണുകൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായിരിക്കുന്ന ദൈവമേ, അടിയുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനങ്ങളെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം ലവോദിക്ക സഭയിലെ സത്യവാനും വിശ്വസ്തനുമായിരിക്കുന്ന അരുമരക്ഷകനായ കർത്താവിനെ കുറിച്ച് അവിടുന്ന് ചിന്തിക്കുവാൻ ഇടയാക്കിയ വലിയ കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവെ, അങ്ങയുടെ ആത്മാവിനെ, സത്യത്തിൻ്റെ ആത്മാവിനെ അടിയങ്ങളുടെ ജീവിതത്തിലേക്ക് അയച്ച സകല സത്യങ്ങളിലും വഴി നടത്തി പിശാചിൻ്റെ തന്ത്രങ്ങൾ എതിർത്തു തോൽപ്പിച്ച സത്യസന്ധമായ അനുഗ്രഹമേറിയ ഒരു ജീവിതം നയിക്കുവാൻ എൻ്റെ ദൈവം അടിയങ്ങളെ ഇടയാക്കണം, അനുഗ്രഹിക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്ത് എന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ